മരണത്തിന് ശേഷം പുനർജനിക്കുമെന്ന പ്രതീക്ഷയിൽ 500ഓളം ആളുകളുടെ ശരീരം നൈട്രജൻ ടാങ്കുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ക്രയോണിക്സ്. ഭാവിയിൽ വൈദ്യശാസ്ത്രത്തിന് കോശങ്ങളുടെ മരണം മാറ്റാനും ശരീരത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാനും കഴിയുമെന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ക്രയോണിക്സ്. നിയമപരമായി മരണം സ്ഥിരീകരിച്ച ഒരാളുടെ ബോഡി ഏകദേശം -196°C തണുപ്പിച്ചു വെക്കും. ഈ സമയത്ത് ഐസ് ക്രിസ്റ്റൽസ് ബോഡിയിൽ ഫോം ചെയ്യാതിരിക്കാൻ ശരീരത്തിലെ മുഴുവൻ ബ്ലഡും നീക്കം ചെയ്തതിനു ശേഷം ക്രയോ പ്രൊട്ടക്റ്റൻസ് നിറയ്ക്കുകയും നൈട്രജൻ നിർമ്മിച്ച ഒരു ചേംബറിൽ സൂക്ഷിക്കുകയും ചെയ്യും. ആൽക്കോർ എന്ന ഓർഗനൈസേഷനാണ് ഈ ഒരു പ്രൊസീജിയറിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ബോഡി ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ചെലവ് ലക്ഷക്കണക്കിന് ഡോളേഴ്സാണ്. 2023 വരെ ഏകദേശം 500 ആളുകളെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡസൻ കണക്കിന് വളർത്തു മൃഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ബിറ്റ്കോയിൻ വികസിപ്പിച്ചെടുത്തവരിൽ ഒരാളായ ഹാൽ ഫിനി, ബേസ്ബോൾ കളിക്കാരൻ ടെഡ് വില്യംസ് എന്നിവരും അൽക്കോറിന്റെ സിലിണ്ടറുകളിൽ കഴിയുന്നുണ്ട്. ക്രയോണിക്സ് എന്ന സാങ്കേതികവിദ്യയുടെ ഫലപ്രാപ്തി ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടിരുന്നു തന്നെ കാണാം.